ഇത്തവണ മഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ട് മഞ്ഞ് കയറുന്ന വഴിയെല്ലാം അടച്ചു വെച്ചു. അതൊരു തരത്തിൽ നോക്കിയാൽ ഉപകാരമായി എന്ന് വേണം പറയാൻ. രാവിലെ കൂട് തുറക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും അതിലൊരെണ്ണം പ്രസവിച്ച് നിൽപ്പുണ്ടായിരുന്നു. വാതിക്കലാണ് അത് പ്രസവിച്ചത്. ഇപ്പം ഞാൻ പ്ലാസ്റ്റിക് കൊണ്ട് അടച്ചില്ലായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് തണുത്തനെ, മഞ്ഞൊക്കെ കയറി കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി തണുത്ത് പോയേനെ. ഇന്നലെ വൈകുന്നേരം കൂടി ഞാൻ ശരിക്കും നോക്കിയതാണ്. അതിൽ 2 പേര് പ്രസവിക്കാറായി നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇന്ന് പ്രസവിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പിന്നീട് കൂട്ടിനകത്ത് എടുത്തോണ്ട് പോയെങ്കിലും കൂട്ടിനകത്തൊക്കെ നല്ല തണുപ്പായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ 2 സ്വെറ്റർ എടുത്തുകൊണ്ട് വന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. ഇവർക്ക് തണുത്താൽ പിന്നെ പാലൊന്നും കുടിക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ആട് പ്രസവിച്ചത് സമ്മർ ടൈമിലായിരുന്നു. അതുകൊണ്ട് ഈ തണുപ്പത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ കോഴികളെ വിരിക്കുമ്പം അവർക്ക് ചൂട് കൊടുക്കാനായിട്ട് ഒരു ഹീറ്റ് ലാമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. എന്നിട്ടും കുഞ്ഞുങ്ങളുടെ തണുപ്പ് മാറുന്നില്ലായിരുന്നു. പിന്നെ ഈ ഹീറ്റ് ലാമ്പ് ഇച്ചിരി അപകടകാരിയും കൂടിയാണ്. എങ്ങാനും നിലത്ത് വീണ് കയറി തീ കത്തുമല്ലോ. പിന്നെ വേറെ വഴിയൊന്നുമില്ല. രാത്രിയായി. ഞങ്ങൾ കുഞ്ഞുങ്ങളെ എടുത്ത് വീട്ടിനകത്ത് കൊണ്ടുവന്നു. വീട്ടിനകത്ത് ഹീറ്റ് നല്ലതുപോലെ ഉണ്ടല്ലോ. വീട്ടിനകത്ത് വന്നതിന് ശേഷം അവരൊന്ന് എണീക്കാനും ഒക്കെ തുടങ്ങി. ഞാൻ അപ്പോഴത്തേക്കും ബോട്ടിലിൽ കുറച്ച് കൊളസ്ട്രം കലക്കി അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ദേ ചൂട് കിട്ടിയപ്പോൾ കണ്ടോ അവരെണീറ്റ് നടക്കുന്നത് കണ്ടോ. അപ്പോൾ പിന്നീട് എന്തായെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.